ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ. സോ നമ്മൾ കുറച്ച് ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി വ്ളോഗ് എടുക്കണം എന്നുള്ള ദൃഢനിശ്ചയമായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്കിവിടെ മംഗൽസാല എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. മംഗൽസാല ബീച്ചാണോ എന്തോ ഹാർബറാണോ എന്തോ സംഭവം എന്താ അറിയില്ല. ഇവിടെ ബസ്സുണ്ട്, ഡയറക്റ്റ് നമ്മുടെ മറ്റേ ബസ്സുണ്ട്, നമ്മളെപ്പോഴും പോകുന്ന ബസ്സുണ്ടല്ലോ. അപ്പോൾ അതിൽ കയറി പോവാം. നമ്മൾ എക്സ്ട്രാ പൈസ ചിലവോ ഒന്നുമില്ല, ട്രെയിനൊന്നും കയറി പോകേണ്ട കാര്യമില്ല. നമ്മൾ ബസ് കയറാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇതാ യദുണ്ട്, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ സെൻട്രലിലോട്ട് ആദ്യം പോകണം. സെൻട്രലിലോട്ടുള്ള ബസ് ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതാണ് സംഭവം. ഇപ്പം 4:49 ബസ്സുണ്ട്. 4:49 നമുക്ക് അതിൽ കയറിയിട്ട് പോവാം. നമ്മുടെ സെൻട്രലിലോട്ടുള്ള ബസ് വന്നിട്ടുണ്ട്, നമ്മുടെ ഇതിൻ്റെ അകത്ത് കയറി പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതുകൂടെ ഉണ്ട്, ഹെഡ്സെറ്റ് കുത്തിയിട്ട് അങ്ങോട്ടും കൊണ്ട് നടക്കുവാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബസ് നമ്മൾ നോക്കിയപ്പം ഇതാണ് 24 നമ്പർ വണ്ടിയാണ്. അപ്പോൾ ഇത്രയും സ്റ്റോപ്പ് ഉണ്ട്, പപ്പട പൊടിയും അത്രയും ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരാനുള്ള ബസ് 5:23 ബസ്സിന് പോകാൻ പറ്റുള്ളൂ, കാരണം ഈ ബസ് പോയി. സോ നമുക്ക് നോക്കാം, കാരണം ഇത്രയും സ്റ്റോപ്പ് ഉണ്ട്. എന്താവോ അവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ ഇരിക്കാം. ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്തോട്ട് ഒരു പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യല്ലോ. ഇവിടെ വന്നിട്ട് അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. അങ്ങനെ മംഗൽസാല ബസ് വന്നിട്ടുണ്ട്. പെട്ടെന്നായി പോയി വന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനും പെട്ടെന്ന് വന്ന് നമ്മൾ അകത്തോട്ട് കയറുക. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല, മിക്കവാറും 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് പപ്പടായിട്ട് വരാം. എന്ത് പറഞ്ഞു, ഇത് പോയിട്ട് വരാം. നമ്മൾ ഏതൊക്കെയോ ഔട്ട്സ്കേർട്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ട്രാവൽ ചെയ്യാത്ത വഴികളാണ് ഇതൊക്കെ. കൊള്ളാം, അത് ഔട്ടർ സെറ്റപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റീഗാർഡ് ഔട്ടർ. റീഗ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. അവിടെ നിന്നും പുറത്തോട്ട് വന്ന് ഇത് സിറ്റി ബസ് തന്നെയാണ്, പക്ഷേ പുറത്തോട്ട് ഇതിൻ്റെ ഔട്ടറിലോട്ട് പോകുന്ന ഒരു ബസ്സാണ്. വേറെ ഒത്തിരി സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവമാണ്. കറക്റ്റ് സമയത്ത് അമ്മച്ചി വരുമെന്ന്. നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഞാൻ കുറെ ഗായ്സ് പറയുന്നുണ്ട്, ഗായ്സ് കുറയ്ക്കണം. കാർത്തിക് സൂര്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എനിക്ക് ഗായ്സ്. നമ്മൾ ഒരു ഔട്ട്സ്കേർട്ട്, അതായത് റെസിഡൻഷ്യൽ ഏരിയ പോലുള്ള സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ വീടുകളൊക്കെ ആണ് മൊത്തം. ടൗണുകളൊക്കെ മാറി വീടുകളൊക്കെ മാത്രമുള്ള ഏരിയകൾ, പല നല്ല അടിപൊളി രസമുള്ള വീടുകളൊക്കെ കാണുക. അപ്പോൾ ഗൈസ് നമ്മളിവിടെ മംഗൽസാല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. ഇതാ ഇങ്ങനെയാണ് സംഭവം. ഫ്രണ്ടിൽ ഏതു വഴി കാട്ടിക്കൊണ്ട് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വക്കർബുള്ളി എന്ന് പറഞ്ഞൊരു ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ഔട്ട്സ്കേർട്ടുള്ള ബീച്ച് തന്നെയാണ്. അങ്ങനത്തെ ബസ്സിൽ വന്ന് ഇതേ സെറ്റപ്പായിരുന്നു. അപ്പോൾ അന്ന് ബ്ലോഗൊന്നും എടുത്തിട്ടില്ല സംഭവം. അപ്പോൾ അതുപോലെ അത് ഞാനിവിടെ ലാഡ്ബിയിൽ വന്ന സമയത്ത് വന്ന ഒരു ബീച്ചാണ്. അപ്പോൾ അതുപോലെ ഫീലാണ് ചെയ്യുന്നത്. അന്ന് വിൻ്റർ ആയിരുന്നു, ഇപ്പം സമ്മറാണ്. അപ്പം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ഫ്രണ്ടിലിപ്പം ഒരുപാട് പേര് ഫ്രണ്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ട്, പിള്ളേരെ ഒക്കെ ആയിട്ട് ബീച്ചിൽ പോകുന്നതായിരിക്കും. അങ്ങോട്ടാണോ? അങ്ങോട്ടായിരിക്കും അല്ലേ? മാപ്പ് നോക്കിയോ? ഓക്കെ. സോ ഫ്രണ്ടിൽ എന്താണെന്ന് അറിയാതെ, അതായത് മുന്നിലിപ്പം ബീച്ച് എന്താണ്, എങ്ങനെയാണ് സംഭവം, കാരണം യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിലൊന്നും അധികം കാണുന്നില്ല, ഇതിനെക്കുറിച്ച് ആരും വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പം എന്താണെന്ന് നമുക്കൊരു ഇമാജിനേഷൻ പോലും ഇല്ലാതെ ഒരു സ്ഥലത്ത് പോയി കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൻ്റെ സൈഡിൽ തന്നെ കാണുന്നതാണ്. ഒരു രസമുണ്ട് സംഭവം. അങ്ങനെ ഇവർ ഗാർഡൻ പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊള്ളാം സംഭവം. ഒരു വീടാണ്, അവിടെ ഗാരേജ് ഉണ്ട്, കാറുണ്ട്, പിന്നെന്തോ വാന് പരിപാടിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു രസം, ഒരു കുഞ്ഞു വീട്. നമ്മളിപ്പം സിനിമകളിലൊക്കെ, ഇപ്പം ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ചെറിയ വീടുകൾ. അങ്ങനെ ഒരു കൺട്രി ലൈഫ് എന്ന് പറയുന്ന പോലെ സംഭവം. നമ്മൾ നടന്ന് ഇടുങ്ങിയ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുണ്ടല്ലോ നടക്കാൻ. അങ്ങനെ പോവാണ്. ഇവിടെ സൈഡിലെ പാടമൊക്കെ നമ്മുടെ നാട്ടിലെ ഇടവഴിയിലൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്.
പാടമൊക്കെ കണ്ടപ്പോൾ. ഗായ്സ് അങ്ങനെ നമ്മള് ഒരുപാട് നേരത്തെ നടന്നതിന് ശേഷം അവിടെ എത്തിയിട്ടുണ്ട്. മംഗൾസരം ബീച്ചാണോ കായലാണോ? എടാ ബീച്ചാണോ കായല് കണ്ടിട്ട് കായല് പോലെ തോന്നുന്നുണ്ട്. ബീച്ചാണോന്ന് അറിയില്ല. തിരയൊന്നും കാണുന്നില്ല. ഇവിടുത്തെ ബീച്ചിൽ തിര ഉണ്ടല്ലോ അല്ലേ? നമ്മളന്ന് പോയപ്പോ വക്കർപുള്ളി പോയി തിരയില്ലായിരുന്നു. ചെറിയ തിരണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് കായല് പോലെ തോന്നുന്നത്. വേണ്ട, ചെറിയൊരു തിരയൊക്കെ ഉണ്ട്. അപ്പൊ ബീച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഗൾഫിലേക്കുള്ള ടൈപ്പ് ബാൾട്ടിക് സീ ആണല്ലോ ഇവിടെ. അതിന്റെ സംഭവമായിരിക്കും ഇവിടെ. കൊള്ളാം സംഭവം. എന്തായാലും ഇവിടെ കുറച്ച് പേരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്തോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ. നമ്മളെന്തെങ്കിലും കുടിക്കണം. വെള്ളം ദാഹിച്ച് നിൽക്കുന്നു. ഇവിടെ കടയൊന്നും കാണുന്നില്ല. അകത്തോട്ടുള്ള ഒരു ഔട്ട്സ്കട്ട് പ്ലേസ് പോലെ നമുക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ എങ്ങനെയാണെന്ന് സംഭവം. ഇത് അപ്പുറം കണ്ടിട്ട് ഒരു ഹാർബർ പോലെ, നമ്മൾ കൊച്ചി ഹാർബർ പോലുള്ള സെറ്റപ്പ് പോലെ എനിക്ക് തോന്നുന്നത്. അവിടെ ട്രെയിനുകളും പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടൈപ്പ് കായൊക്കെ ഉണ്ട്. യദു വിശന്ന് വലഞ്ഞ് അതെടുത്ത് തിന്നാനുള്ള ഒരു പ്ലാനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. വിശക്കുന്നുണ്ട്. നേരത്തെ അവിടെ ഒരു കോഫി ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിക്കാന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഇവിടെ വന്നെന്തെങ്കിലും കട ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് കാണുന്നില്ല. ഈ കായ എടുക്കണോ? വേണോ? നല്ല വിശക്കായ ആയിരിക്കും. അങ്ങനെ നോക്കാം, നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അപ്പുറത്ത് എന്ത് ബീച്ചോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ എന്താ ക്യാമ്പിംഗ് പരിപാടി കണ്ടോ? അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്യാമ്പിംഗ് പോലെയാണ്. നോക്കാം, നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ആൾക്കാരെ കൊണ്ട് നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മാത്രമാണോ എന്ന് എനിക്കും അറിയില്ല. ഞാൻ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്ന് ഇതവിടെ ഇതിൻ്റെ അറ്റത്ത് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥലം തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കോഫി വെൻഡിങ് മെഷീൻ ഉണ്ട്. യദു കോഫി എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും ഒരു കോഫി എടുത്ത് കുടിച്ചാലെന്ന് വിചാരിക്കുന്നു. പക്ഷേ വിശക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ടേക്ക്. അത്യാവശ്യം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ട്രാവൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് മുട്ട കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്തായാലും ഇവിടെ നിന്ന് കുടിക്കട്ടെ. ഒരു കോഫി എടുത്തിട്ട് വരാമെന്നിരിക്കുന്നു. കോഫി വന്നുകൊണ്ടിരിക്കുന്ന കോഫി ഏതു കോഫിക്കുള്ള ഇളക്കാനുള്ള സാധനമൊക്കെ എടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി എടുക്കാമെന്ന് വിചാരിക്കുന്നു. കോഫി ലാറ്റി എടുത്തിട്ടുണ്ട്. സോ ഇത് കുടിക്കാം. കുടിച്ചൊന്ന് കുറച്ച് കോഫി കുടിച്ച് കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവാറുണ്ട് പൊതുവെ. അപ്പോൾ കോഫി കുടിക്കാം. നമ്മൾ നടന്നതാ ഇങ്ങനെ ബേപ്പൂര് പോലെ ഉണ്ട് സ്ഥലം കണ്ടിട്ട്. അങ്ങനെ നടന്ന് ബേപ്പൂര് നമ്മുടെ ധനുഷ്കോടി അവിടെ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്നത് കാണാൻ. നമുക്ക് ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുവാണ്. സംഭവം എന്താണ് ഞാൻ കണ്ടല്ലോ, നമ്മുടെ ഈ ബേപ്പൂരൊക്കെ നമ്മൾ നടന്നു പോകുന്ന അങ്ങോട്ട് കടലിലെ നടുവിലൂടെ ഒരു പാലം പോലെ സെറ്റപ്പ് ഇട്ടിട്ട് നടന്നു പോകുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ട് ഏത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എന്താണ്. രസമുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ എൻ്റെ മൈക്കിൻ്റെ മേലെ ഡെഡ് കാറ്റ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, മൈക്കിൻ്റെ മുകളിലുള്ള ഈ സാധനത്തിൻ്റെ മുകളിൽ. അപ്പം നല്ല വിൻഡിൻ്റെ സൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. സംഭവം അത് കയറുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ നോക്കി ഇടാൻ വേണ്ടി, പക്ഷെ നടക്കുന്നില്ല. സോ നമുക്ക് മുന്നോട്ട് പോയിട്ട് നോക്കാം. എൻ്റെ കണ്ണൊക്കെ വെയിലടച്ച് പപ്പടമാവുന്നു. കണ്ണൊക്കെ അങ്ങ് ഇതാവുന്നു. ഗ്ലാസ് എടുക്കണ്ടായിരുന്നു, സൺഗ്ലാസ് എടുക്കേണ്ടതായിരുന്നു, മറന്നുപോയി എടുക്കാൻ. കണ്ടാവും നല്ല ബ്ലൂ സീ. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊരു പതയൊക്കെ വന്നിട്ടൊരു സ്കൈ ബ്ലൂ കളർ വരാറുണ്ട്. പക്ഷെ നൊരയും പത ഉണ്ടാവും നമ്മുടെ നാട്ടിലല്ലേ. പക്ഷെ ഇവിടെ ബ്ലൂ കളർ, നല്ല ബ്ലൂ കളർ. ചിലപ്പം ബാൾട്ടിക് സീൻ്റെ പ്രത്യേകത ആയിരിക്കും ഇങ്ങനെ വരുന്നത്. പിന്നെ ആകാശമാണല്ലോ റിഫ്ലക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആകാശത്തിന് നമ്മുടെ നാട്ടിലെ ആകാശം വ്യത്യാസമുണ്ട്. അതും കൂടി ആവാൻ കാരണങ്ങൾ. പിന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും സീ. അധികം വേസ്റ്റോ അല്ലെങ്കിൽ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. സോ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാല്ലേ. അങ്ങനെ നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ്. വെയിലുണ്ടെന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് വരും. നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഇവിടെ ഞാൻ വിചാരിച്ച ഇവിടെ എൻ്റെ ആണ്, പക്ഷെ അപ്പുറം വരെ ഉണ്ട്. ഇങ്ങനെ അപ്പുറത്തെ കര വരെ നടന്ന് അങ്ങനെ മൊത്തം കല്ലിട്ടിട്ട് നികത്തി പിന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പുറത്തെ കര വരെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. രസമുണ്ട് സംഭവം. ഉണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്ന് പോവാ, രസമുണ്ട്. അപ്പുറത്തൊരു ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നടന്ന്
അറ്റത്ത് നിന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ വരെ എൻ്റെ ഉള്ളൂന്ന്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണാനുള്ളൊരു സ്ഥലം, പിന്നെ അപ്പുറത്തോട്ട് ഇനിയും സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലൊന്ന് പോയി നിന്ന് അറ്റം വരെ പോയി നിന്ന് നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ പോയി നിന്ന് നോക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. സോ ഗൈസ്, ഞാൻ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മൾ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അടിപൊളിയാണ്. ബാക്കിൽ കുറച്ച് കയാക്സ് ഒക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റും കുറച്ചിങ്ങോട്ട്, അതായത് നമ്മുടെ ആ പാലത്തിന്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് നിന്ന് ഒരു വ്യൂ, ഫോട്ടോ എടുക്കാന്നുള്ള ഒരു സെറ്റപ്പുള്ള ഒരു വ്യൂ ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം. സ്ഥലങ്ങളൊക്കെ കൊള്ളാം. വന്നത് മുതലായി. ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു എന്തോ ഒരു കടൽ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് യൂർമലയേക്കാൾ ഇഷ്ടപ്പെട്ടത്, യൂർമലയിൽ ജസ്റ്റ് ഒരു ബീച്ചാണ്, നോർമൽ ബീച്ച്, ഒരു റിസോർട്ട് ബീച്ച് പോലെ സ്ഥലമാണ്. ഒരു റിസോർട്ട് പോകുന്നുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് ട്രാവൽ പ്ലാൻ ചെയ്യുവാണ്. സോ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് പോയതിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. എന്തായാലും കൊള്ളാം. നല്ല തണുത്ത കാറ്റും പിന്നെ വെതറും കൊള്ളാം. ഞാൻ വിചാരിച്ച് ഈ വെയിലൊക്കെ അടിച്ച് മൊത്തത്തിൽ പണ്ടാറടങ്ങി ചൂടെടുത്ത് കരിഞ്ഞു പോകുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റുണ്ട്. വൈറ്റമിൻ ഡി കിട്ടാനും അതുപോലെ തന്നെ എല്ലാത്തിനും കൊണ്ട് നമുക്ക് അത്ര സഫർ ചെയ്യാതെ വൈറ്റമിൻ ഡി കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. എന്ത് പറയുന്നത് ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ്? ഞാൻ മൈക്ക് തരാം. പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല ഒരു ഇതാണ് കാണാനും. നല്ല ബ്ലൂ സീനിയറി ആണെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാനും ഫാമിലി ആയിട്ട് വരാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലം. ആലോചിക്കാം. നിന്നത് ഇവിടെ ആയിരുന്നു. നമ്മളിപ്പോ നടന്ന് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു മൊത്തം മിക്സ്ഡ് വൈബാണ് കിട്ടുന്നത്. നമ്മുടെ ബേപ്പൂരും അതുപോലെ തന്നെ നമ്മുടെ കന്യാകുമാരിയും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അല്ലേ? കന്യാകുമാരി പോയിട്ടില്ലേ? കന്യാകുമാരി മറ്റേ നടന്ന് മറ്റേ കല്ല് കയറി പോകുന്ന അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് പാറ, അതായത് വിവേകാനന്ദ പാറ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ചങ്ങോട്ട് അതിനപ്പുറത്ത് ഭാഗത്ത് നമ്മൾ കരക്ക് തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ നടക്കുന്ന സ്ഥലം. ബോട്ടിൽ പോകുന്നത് നോക്കി. അപ്പൊ ഞാൻ ബൈക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതില് കുറച്ച് ബൈക്ക് കയറ്റി, പിന്നെ ബൈക്ക് ഫ്രണ്ടോട്ട് പോവാതായി. എനിക്ക് ആ രണ്ടെണ്ണത്തിന്റെ ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. എന്തായാലും കൊള്ളാം, നൈസാണ്. മുതലായി, സമയം മുതലായി, എഫോർട്ട് മുതലായി. ഓക്കെ, നമ്മളിങ്ങനെ നടക്കണം മുന്നോട്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. കുറച്ച് പതൊക്കെ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് ഇവിടെ. എന്തിനാ പതയുടെ അത്? ഉപ്പാണോ അത് ഈ കാണുന്നത്? എന്താണ് ഗൈസ്, എന്താണിത്? ഇത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഇതെന്താ സാധനം? എന്തോ സംഭവം. നമ്മുടെ നാട്ടിൽ ഈ മേളിൽ കാണുന്ന മറ്റേ പത പോലത്തെ സാധനം, പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കട്ടിയുണ്ട്. പോയി ഇറങ്ങിപ്പോയി തൊട്ട് നോക്കുന്നില്ല. ചിലപ്പം വഴുക്കി വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ പോയി നോക്കുന്നില്ല. അപ്പം ആരെങ്കിലും എന്താ സംഭവം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. എന്നെ ഒന്ന് എൻലൈറ്റൻ ചെയ്യും, പഠിപ്പിക്കുക എന്താ സംഭവങ്ങളെന്നൊക്കെ അറിയാവുന്നവര്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ കുറച്ചും കൂടെ ശാന്തമായിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. കണ്ടോ, നേരത്തെ തിര കിടന്ന് അടിച്ചു മറിയായിരുന്നു. ഇപ്പം ഭയങ്കര ശാന്തമായിട്ടുണ്ട് കടലൊക്കെ. അപ്പുറത്ത് കുറച്ച് ഇതുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത ആയിരിക്കും. ഇവിടെ എത്തിയപ്പോഴേക്കും ഒന്ന് ശാന്തമായി. അല്ലെങ്കിൽ മിഡിലോട്ട് കുറച്ചും കൂടി നമ്മൾ കടലിലെ മിഡിലോട്ട് വന്നപ്പം കുറച്ചും കൂടി ശാന്തമായൊരു അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പുറത്തും എനിക്കും തോന്നുന്നു ഇതുപോലത്തെ ഒരു പാത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ല, അവിടുത്തെ ഒരു ലൈറ്റ് ഹൗസ്. അതുവഴി ഇതുപോലൊരു വഴി, സിമിലർ ആയിട്ടുള്ള ഒരു വഴി ഞാൻ കാണുന്നുണ്ട്. റെന്റിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അങ്ങനെ റെന്റിലൊരു സംഭവം. സോ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടോ? അത് സൂം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് പോയി നോക്കാം എന്താണ് അവിടുത്തെ. ഒരു ലൈറ്റ് ഹൗസിന്റെ സിമിലർ ആയിട്ടുള്ള സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്നെത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഏതോ മുകളിലൂടെ നടന്നു പോകുന്നതിൻ്റെ. ഞാൻ താഴെ കൂടെ തിരിച്ചു പോകുമ്പോൾ ഞാൻ നടക്കാമെന്ന് വിചാരിക്കുന്നത്. യെസ് ഗൈസ്, അപ്പോൾ എന്തോ ഒരു വാച്ച് ടവർ പോലെ അങ്ങനെ ഒരു സിംബോളിക് ആയിട്ടൊരു സാധനമുണ്ട് ഇവിടെ. കുറേ പേര് സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ പേര് ഫിഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല സ്ഥലം, അടിപൊളി, നൈസായിട്ട് റിലാക്സായി ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്പോട്ട്. ഒന്ന് റിലാക്സ് ആവണം, നമുക്കൊന്ന് റിഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. നൈസാണ്, അടിപൊളിയാണ്. ഇത്രയും നേരം ദൂരത്ത് കണ്ടുകൊണ്ടിരുന്ന ഈ ബോട്ട് നമ്മളിപ്പോൾ അടുത്തുനിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തെത്തി. അങ്ങനത്തെ കുറേ ബോട്ടുകളുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നത്. ഇത് ട്രിപ്പ് റൈഡ് പോലെ ആയിരിക്കും സംഭവം അല്ലേ? എന്തോ റൈഡ് പോലെ
അതെല്ലാത്തിലും ഉണ്ട്, ബസ്സിലൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാത്തിലും വെക്കുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലായിടത്തും അവർ സിംബോളിക് ആയിട്ട് കൊടിയൊക്കെ വെക്കുന്നതായിരിക്കും. എന്തായാലും ഇതാ കുറച്ചുകൂടെ അടുത്ത്, നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്, തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിങ്ങനെ പോവാണ്. സോ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. സോ ടാറ്റ മംഗൾസാല നമ്മൾ വിട പറയുകയാണ്. നമ്മൾ ഫാർ ഫ്യൂച്ചറിൽ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 30 മിനിറ്റോളം ഉണ്ട് ഇവിടെ നിന്നും. ഒരു 35 അടുത്ത 8:35 ഇവിടെ അടുത്ത ബസ് വരുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സണ്ണൊന്നും അധികം സെറ്റ് ചെയ്യില്ല. ഒരു 10 മണിയൊക്കെ കഴിയും. ഇപ്പം 11 മണിയായിരുന്നു. പിന്നെ ഇപ്പം ഓട്ടത്തിലോട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം ബാക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സൺസെറ്റ്. സോ നമുക്ക് നോക്കാം. നമുക്കിനിയിപ്പം ഇനിയും ഒരുപാട് ട്രാവലുകൾ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കണം. സോ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കട്ടെ. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഔട്ട്രോ ഇപ്പോൾ തന്നെ എടുത്തേക്കാൻ ഇരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൂടെ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഇനി അങ്ങോട്ട് മൊത്തം ട്രാവലിങ്ങും ഫുഡ് അടി വിത്ത് ട്രാവലിംഗ് വിത്ത് ജിൻജാങ്കോ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ എല്ലാവരും കൂടെ നമുക്ക് അടിച്ചു പൊളിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.